ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പുറത്തൂർ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ഓഫീസ് കുത്തി തുറന്ന പണവും സ്വർണവും മോഷ്ടിച്ചു. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഓഫീസിലെ വാതിൽ കുത്തി തുറന്നതിൽ കണ്ടത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ഇതിനു മുമ്പും ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഓഫീസിലെ വാതിൽ കുത്തി തുറന്നതിൽ കണ്ടെത്തിയത്. പൂജാരിയുടൻ തന്നെ ക്ഷേത്ര ഭാരവാഹികളെയും നാട്ടുകാരെ ഇവർ അറിയിക്കുകയായിരുന്നു. രാവിലെ പൂജാരി വന്ന സമയത്താണ് ഡോറ് തുറന്നു എടുക്കുന്നതും കാണുന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പായസം വെക്കാരെങ്കിലും നേരത്തെ വരുന്നതുമാണ്. അതാണ് അയാൾ വിചാരിച്ചത്. പിന്നീടാണ് ഉള്ളിലത്തെ റൂമിൽ കയറി നോക്കുമ്പോൾ അലമാരൊക്കെ കുത്തി തുറന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 കട്ടപ്പാരയും ഒരു മടാളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് അറിഞ്ഞത്. അറിഞ്ഞപാട് തന്നെ ഒന്ന് വിളിക്കുകയും ഞാൻ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തുകയും ചെയ്ത് പിന്നീട് പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് വീണ്ടും പോലീസ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞാൽ പോലീസ് ഡോഗും ഫിംഗർ പ്രിന്റിന്റെ ആളുകളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ടപ്പാറയും വെട്ടുകത്തിയും ഉപയോഗിച്ചാണ് ഓഫീസ് കുത്തി തുറന്നിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ വിവരമറിച്ചതിനെ തുടർന്ന് തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. SI വിശാഖ് വിശ്വനാഥ്, SI സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘമെത്തിയത്. പ്രദേശത്തെ CCTV ക്യാമറകളും പരിശോധിച്ചു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡ് വിദഗ്ധർ എന്നിവരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുമെന്ന് SI അറിയിച്ചു. ഇതിനു മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു മോഷണം ഉണ്ടായിട്ടുണ്ട്. അത് 3 കൊല്ലമായി. അത് പുറത്തെ ഭണ്ഡാരം കുത്തി തുറക്കുകയും അതിനൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഉള്ള ആളുകൾ അറിയുകയും ആളെ പിടിക്കുകയും ചെയ്ത്. അത് പൊന്നാനിയുള്ള ഒരാളായിരുന്നു.